ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിന്റെ ഒരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നുകൊണ്ട് തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞായിരുന്നു. ഇന്നലെ ഉണ്ട്. അപ്പൊ തൊഴിലുറപ്പിലെ ചേട്ടന്മാരുടെ പാട്ടൊക്കെ കേട്ടോ എല്ലാവരും. പൊളിയാണ് കേട്ടോ. എന്നാ പറയുക, ഇന്നൊരു ഭയങ്കര കാര്യം. എനിക്കിന്ന് ഫുള്ള് പണിയും കാര്യങ്ങളുമായിരുന്നു. രാവിലെ എണീറ്റപ്പം മുതലേ കുറേ ഡ്രസ്സുകൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചാണകവും പിണ്ണാക്കവും കൂടെ അവിടെ കുഴച്ച് കലക്കി സാമ്പാർ ഒരുത്തി വെച്ചിട്ടില്ലായിരുന്നു. അതെല്ലാം പൊടിക്കും. നമ്മുടെ പറമ്പിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കണമായിരുന്നു, ചെടികൾക്കൊക്കെ. അതെല്ലാം ഒഴിച്ചു കൊടുത്തു. രാവിലെ മുതൽ പണിയാണ്. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മുടെ സിന്ധു സോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ 2 മിനിറ്റാകുമ്പോൾ തൂത്ത് കഴിഞ്ഞാൽ തണുപ്പ് മാറുന്നത് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ 2 മിനിറ്റും എല്ലാം തൂത്ത് അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു ഇന്ന്. അപ്പൊ അതെല്ലാം ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോവുകയും ചെയ്തു കേട്ടോ. വൈകിട്ട് എന്നാ പറയുന്നത് 3:30 തോന്നുന്നു വന്നപ്പം. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് തൊഴിലുറപ്പുണ്ട്, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പൊക്കോമേന്ന് പറഞ്ഞു. താക്കോല് ഇന്ന സ്ഥലത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് ഇവിടെ വരെ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അന്നേരം വന്നിട്ടുണ്ടായിരുന്നു. ഇതാ വന്നു നമ്മുടെ സുരേഷ് ഗോപി സാറ് വരുന്നു പറയുന്ന കൂടെ വന്നു. പോക്കും കഴിഞ്ഞേട്ടോ. അതിനെക്കാട്ടി പിറ്റേന്നായിരുന്നറിയോ, ഇവിടെ വന്നിട്ടേ വൈകിട്ട് അവൾ ജാനുമോളെ വിളിച്ചപ്പോഴത്തേനും അവളിങ്ങോട്ട് പോരാൻ നേരം മറ്റേ ബാഗ് ഇങ്ങനെ എടുത്ത് തൊള്ളയിട്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ എവിടെ പോകാന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ പോകുന്നു. എന്നാൽ ഞാൻ വരുന്നില്ല, അമ്മ പൊക്കോളാൻ പറഞ്ഞു വിട്ടതേ. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു. കൊണ്ണൊക്കെ മൊത്തം ഇടിക്കൊള്ളി, നീ ചിന്തുവിൻ്റെ വീട്ടിൽ പോയോ, നീ പാപ്പുവിൻ്റെ വീട്ടിൽ പോയോ? അതൊന്ന് കേക്കട്ടിതായിരുന്നു കേട്ടോ. എനിക്ക് ചിരി വന്നു. അതായത് ചെറിയ ജലദോഷക്കൂടും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. അതുകൊണ്ട് തന്നെ അവൾ വന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ തിരിച്ചു പോയി കേട്ടോ. വൈകിട്ട് 3:30 തോന്നി ഇവിടെ വന്നപ്പോഴും. ഞാനില്ലായിരുന്നു, ഞാൻ തൊഴിലുറപ്പിന് പോയി. ഒരു ദിവസം കൂടെ അല്ലടി ഉള്ള പൂച്ചെ. അപ്പം ഞാൻ കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ ഇന്നലെ കൊണ്ട് എൻ്റെ പണി തീർന്നത് കേട്ടോ. അപ്പം മിനിഞ്ഞാന്ന് വന്നു, ഇന്നലെ പോയി. ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയ്ക്കകത്ത് അവളുടെ കാര്യം വീഡിയോയ്ക്കകത്ത് പറയാതിരുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട വീഡിയോ ഞാൻ എടുത്തെടുത്ത് വെച്ചിരുന്നത്. ഇനി ഒരു വീഡിയോ കൂടെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ഇരിപ്പുണ്ട്. അപ്പം ഇന്നാണ് അത് കഴിഞ്ഞ് പുതിയ ഇൻട്രോ എടുത്തത് കേട്ടോ. അപ്പം ഭയങ്കര ഇച്ചിരി നേരം ഉള്ളായിരുന്നൊരു സന്തോഷമുണ്ട്. പക്ഷെ അവൾക്ക് കുഞ്ഞിനെയും വിഷ്ണുവിനെയൊക്കെ ഇട്ടിട്ട് വന്നിട്ടേ ഭയങ്കര സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓടിപ്പോയി കേട്ടോ. രാവിലെ തുടങ്ങി പണികൾ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് ഇന്ന് എൻ്റെ ആ ഗ്യാങ്ങിനെ, എൻ്റെ ആ ഒരു ഗ്രൂപ്പിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം 12 മണിയുടെയാണ് മസ്റ്റോളിനകത്ത് അടിച്ചു വന്നത്. അത് ഒരു ദിവസം ഒരു സൺഡേയും പിന്നെ ഒരു ദിവസം ഇതിൻ്റെ തന്നെ തൊഴിലുറപ്പിൻ്റെ ഗ്രാമസഭ ഉണ്ടായതുകൊണ്ട് 2 ദിവസം പൊതു അവധിയായിപ്പോയി. പിന്നെ അനുസരമോളുടെ അച്ഛൻ മരിച്ചതിൻ്റെ ഞാനൊരു ലീവ് എടുത്തായിരുന്നു. അങ്ങനെ 3 മണി പോയി. 9 മണി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇനി എന്നെ പറഞ്ഞാലും ഞാൻ മനസ്സിൽ കരുതിയിരിക്കുക, പണിയൊക്കെ കിട്ടുകയാണെങ്കിൽ പണിയുള്ള ടൈമിൽ നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ പണിക്കും പോകണമെന്ന് ഓർത്തിട്ട് കേട്ടോ. കാരണം അത്രയും ഒരു പോസിറ്റീവ് വൈബാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ. എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ഭയങ്കര രസമാണ്. ഇന്ന് എത്രയും പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം വീണ്ടും പറഞ്ഞതെന്നറിയാം. ഇന്നലെ പറഞ്ഞാന്ന് തോന്നുന്നല്ലേ. ഇതിന്നും പറയാൻ കാരണം എന്നറിയോ, ഞാൻ ഇന്ന് ഓടി നടന്ന് പണിയായിരുന്നു. ഇപ്പം സമയം 11:15. 11:30-12 ആകുമ്പോഴത്തേനും ചെന്നാൽ മതി. അപ്പം നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഞാൻ പോകണമെന്ന് മടിച്ചതാണ് സത്യത്തിലെ. അപ്പോൾ ചേട്ടാ പറഞ്ഞു പോകണം കേട്ടോടി എന്ന്. അനുസരിച്ച് ഓർക്കും പോകണമെന്നുണ്ട്. പക്ഷേ എന്നെ ഈ വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടേ ഭയങ്കര മടിച്ചതാണ്. അപ്പോൾ ചേട്ടാ പറഞ്ഞു പോകണം കേട്ടോടി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോകാതിരിക്കുന്നത് മോശമല്ലേ, അതുകൊണ്ട് എന്നാൽ കൂട്ടൊക്കെ വരാം, ആ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേർന്നിട്ട് വരാം. അതൊക്കെ ഒരു പുണ്യകാര്യമാണല്ലോ, അങ്ങനെ മടിക്കാൻ പാടില്ലല്ലോ അല്ലേ. പിന്നെ ഇന്ന് ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് സന്തോഷക്കാരി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാനഡയിലുള്ള ഒരു മോളാണ്. ആള് കട്ടപ്പനക്കാരിയാണ്, വെള്ളയാക്കുടി കേട്ടോ. അലീന എന്നാണ് മോളുടെ പേര്. മോൻ്റെ പേര് ഷോൺ എന്നാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 1 വർഷമൊക്കെ ആയതേ ഉള്ളൂ. അവർ രണ്ടുപേരും കാനഡയിൽ ജോലിയാണ്, സെറ്റിൽഡാണ് കേട്ടോ. അതിനെക്കാട്ടി ഒരു വലിയൊരു ഇതെന്താണെന്നറിയോ, നമ്മുടെ ഉപ്പുതറയിലാണ്, കോതവാറയിൽ നിന്ന് വന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ആ മോളുടെ അമ്മ വീട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഉപ്പറക്കാരി അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോഴും സിന്ധമ്മയുടെ അടുത്ത് വരുന്നുണ്ട്. കുറേ ദിവസമായിട്ട് സിന്ധമ്മേനെ മറ്റേ ഫോണിൽ മെസ്സേജ് അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സിന്ധമ്മ എടുക്കാതിരുന്നിട്ട് എനിക്ക് സങ്കടമായി പോയി. പിന്നെ ഞാൻ അമ്മൂനെ കോൺടാക്ട് ചെയ്ത് ഈ നമ്പർ മേടിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. രാത്രി 11:30 പറഞ്ഞു എന്നെ വിളിക്കുന്ന സമയേ.
ഇന്ന് എനിക്ക് ഇന്ന് വരെ കിട്ടിയില്ലായിരുന്നു, എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നുമോളെ, നിങ്ങളെപ്പോഴൊക്കെയുള്ള കുറേ അധികം നല്ല പൊന്നു മക്കളുടെ സ്നേഹവും കരുതലും ഓരോ വാക്കിനകത്തുണ്ട്. ആ ഒരു സ്നേഹത്തിലുള്ള ഓരോ സംസാരത്തിൽ അത് എനിക്ക് ഒത്തിരി ഒരു ധൈര്യവും മുമ്പോട്ട് ജീവിക്കാനുള്ളൊരു ഇതുമൊക്കെയാണ് കേട്ടോ, ഒരു കരുത്തും ഒക്കെയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം മോളെ, ഒത്തിരി സന്തോഷം. ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഇപ്പം ഞാൻ മറ്റേ നമ്മുടെ യൂട്യൂബിൻ്റെ ഫോൺ നോക്കുന്നേ ഇല്ല, കാരണം നമുക്ക് സമയം കിട്ടാനില്ല കേട്ടോ. അപ്പം എല്ലാവരെയും ഓർക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നവരെയും എല്ലാവരെയും ഓർക്കുന്നുണ്ട് കേട്ടോ പ്രാർത്ഥനയിലൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ, ബൈ. ഇത് കണ്ടോ, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്നാന്നറിയോ? പൊറോട്ടയും ചിക്കൻ കറിയും ചായ കണ്ടോ. ഇതുണ്ടല്ലോ, നമ്മുടെ കടയിൽ നിന്ന് രഞ്ജിത്തിൻ്റെ കുഞ്ഞിൻ്റെ 28 കിട്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ചേട്ടായി വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൻ കൊടുത്തു വിട്ടാ കേട്ടോ. രാത്രി ഞാൻ കഴിച്ചില്ല. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിക്കോണം കണ്ടോ. ഇത് രാവിലത്തെ ചേട്ടായുടെ പരിപാടികളാണ് ഇതേ. ഇവിടുത്തെ കഴിഞ്ഞോ? ഇത് കണ്ടോ, എൻ്റെ മണി പ്ലാന്റിനകത്ത് കൊണ്ട് വെക്കല്ലേ ഞാൻ പറയാം, അത് കേടായി പോകും, ചീത്തയായി പോകും. കണ്ടോ കാണിച്ചു വെച്ചേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ചേട്ടയുടെ പരിപാടി. ഇതാണെങ്കിൽ ചേച്ചി ഇന്നലെ ഒരു അച്ചിങ്ങപ്പാൻ്റെ വിത്ത് തന്നാൽ അതിനിപ്പം വെയിലത്തോട്ട് വെച്ച് ഉണക്കണം. മിറ്റം തൂത്തില്ല, മിറ്റമൊക്കെ തൂക്കണം. ചേട്ടായി അങ്ങ് പോയതേ ഉള്ളൂ. ഇന്ന് നല്ലൊരു ദിവസം തോന്നുന്നുണ്ട്. രാവിലെ തന്നെ നല്ല അത്യാവശ്യം ഒരു വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മഞ്ഞും തണുപ്പുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും മഞ്ഞ് അത്ര വലിയ കാര്യമായിട്ടില്ല. സതീശൻ ചേട്ടൻ രാവിലെ കണ്ടോട്ടോ പോവുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ, നല്ല രസമില്ലേ പോവും. തുണി ഇളക്കി വിരിച്ചിടാൻ വേണ്ടി മുകളിലോട്ട് കയറി വന്നാൽ കേട്ടോ. ആറൊക്കെ നോക്കി വറ്റി വെള്ളമൊക്കെ ഒഴുക്കൊക്കെ കുറഞ്ഞ് അത് ആറ് കേട്ടോ. അയ്യോ ദൈവമേ, വെള്ളമൊക്കെ ഒത്തിരിയും കുറഞ്ഞു. ഇപ്പം ഇറങ്ങിക്കിടന്ന് സുഖമായിട്ട് അക്കരെ കയറാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും മണ്ണൊക്കെ ഇറക്കി സെറ്റാക്കി. സജിയുടേതൊക്കെ നല്ല റെഡിയാക്കി നിരപ്പാക്കി കേട്ടോ. അവൻ വൈറ്റ് സിമെൻ്റ് അടിക്കുകയോ പെയിൻ്റൊക്കെ അടിക്കാൻ തുടങ്ങി. സജിയുടെ വീട്. അപ്പോൾ നമ്മുടെ മിറ്റത്തെ കാഴ്ച കണ്ടോ, മുകളിൽ നിന്നേ. നമ്മുടെ ലക്കി ബാമ്പൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കയറി വന്നിട്ടുണ്ട്. പിന്നെ തെങ്ങിൻ്റെ ആണെങ്കിലും കേട് ഇച്ചിരി മാറിയും തോന്നുന്നു കേട്ടോ. നല്ല രസം കാണാനായിട്ടേ. മണ്ടേ കയറി വന്നപ്പോൾ നല്ലൊരു ഭംഗി. എനിക്ക് ആകാശമൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമില്ലേ, നല്ലൊരു സീനറിയൊക്കെ അല്ലേ. ഞാൻ പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഞാൻ ഈ യാത്രയൊക്കെ പോകണമുണ്ടല്ലോ, എനിക്ക് സൈഡ് സീറ്റ് ഇടില്ല, ഭയങ്കര സങ്കടം. എന്നാണെന്നറിയോ, എല്ലാം കണ്ട് ആസ്വദിക്കാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെടി ഉണ്ടല്ലോ, സിറ്റൗട്ടി നല്ലതായിട്ട് ഒരു ഇടയ്ക്ക് ഇരുന്ന ചെടിയാണ്. അത് മൊത്തമൊക്കെ അരിഞ്ഞു പോയി ഒരു വരുവായിരുന്നേ. പിന്നെ ഞാൻ തണലത്തൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വിറക്കി റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ചെറുതായിട്ട് ഇലയൊക്കെ കിളുത്ത് കയറാൻ തുടങ്ങി. മൊത്തം കരിഞ്ഞ് ഉണങ്ങിപ്പോയോ, ഓണക്കൈപ്പോയതായിരുന്നു. ഇലയെല്ലാം കൂടെ വാടി അങ്ങോട്ട് ഒരുമാതിരി. ഇത് എറണാകുളത്ത് നിന്ന് എനിക്ക് നമ്മുടെ ശുഭചേച്ചി തന്ന ചെടിയോ കേട്ടോ. ഒന്ന് ഞങ്ങൾ പാട്ടൊക്കെ പാടി ഒരു ചേച്ചി ഓർക്കുന്നുണ്ടോ, കൊങ്ങിനിപ്പൂവേ എന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടിയില്ലേ. ചേച്ചി തന്ന ചെടിയാണ്. ദൈവമേ, ഒത്തിരി ദിവസമായി ചേച്ചീനെ ഒന്ന് വിളിച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്നാന്നറിയാം, കുറച്ചുകൂടി തുണി അലക്കാനുണ്ടേ. കൈ വെച്ച് അലക്കേണ്ട കുറച്ച് തുണി ഇരിപ്പുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് മെഷീനകത്ത് കുറച്ച് ഉണങ്ങാനിട്ടിട്ടുമുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് കലക്കി ഒഴിക്കാം. ഭയങ്കര മണമായി ഇതെല്ലാം കൂടെ ആയതുകൊണ്ട്, പിണ്ണാക്കും ചണവും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഇവനെ എല്ലാം ഒന്ന് കലക്കി കൊടികൾക്കും എല്ലാത്തിനും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. അപ്പോൾ അനശ്വരമോളുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞാൻ വന്നിട്ടേ തലമുടിയെല്ലാം അഴിച്ചു, ഷോളും ഒക്കെ എടുത്ത് അന്ന് ഇപ്പോൾ ഡ്രസ്സ് മാറുന്നതിന് അയ്യോ ബാക്കി വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തെ. അന്നേരം ഇച്ചിരി പൊട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിലോട്ട് ഇരുന്നതാണ് കേട്ടോ. എണ്ണയൊക്കെ ചെയ്തിരുന്നു. ഈ അപ്പടി നരച്ച് കരച്ച് ഒരു പരുവായിരുന്നു കേട്ടോ. ഇതുകൊണ്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ ഒത്തിരിയും ഭയങ്കരമായിട്ടൊക്കെ പോയതുകൊണ്ട് ശരിക്കും പിടിച്ചിട്ടില്ല. ഇനിയിപ്പം ഇവിടെ ഒരു ശകലം നാളെയും തേക്കണം. 2-3 ദിവസം അടുപ്പിച്ച് തേക്കേണ്ടി വരും. നമ്മൾ ഒരു 10-15-20 ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ 1 മാസത്തിനൊക്കെ മുകളിൽ പോയായിരുന്നു. അതുകൊണ്ട് അപ്പടി നരച്ചായിരുന്നു. എന്നെ ചെയ്യുന്ന ദിവസം 1-2 ദിവസം തലമുടി നല്ല ഭംഗിയായിട്ട് കിടക്കുവേ. എന്നാന്നറിയോ, ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് കഴുകി സെറ്റാക്കിയിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ അനശ്വരമോളുടെ വീട്ടിൽ പോയ വിശേഷങ്ങൾ പറയാം കേട്ടോ. അനശ്വരമോളുടെ വീട്ടിലൊക്കെ പോയി. പിന്നെ എന്നാ പറയുന്നത്, ഞാൻ ചെന്നപ്പോൾ അവർ ഒഴുക്കാനായിട്ട് കൊണ്ടുപോയേക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെ അയ്യപ്പൻകോവിലിൽ തന്നെയാണ് കേട്ടോ ഒഴുക്കിയേക്കുന്നത്. അപ്പം നമ്മൾ ചാച്ചൻ്റെയും മോനായുടെയൊക്കെ ഒഴുക്കാൻ പോയില്ലേ അവിടെ. അയ്യോ, ചാച്ചൻ്റെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ, സോറി. അപ്പോൾ അവിടെ തന്നെയാണ് ഒഴുക്കാൻ പോയത്. പിന്നെ അനശ്വരമോളെ കണ്ടു. വിഷമമൊക്കെ കുറേയൊക്കെ മാറി. എന്നെ ചെയ്യാനാ, മാറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ. ഞാൻ രജനിയുണ്ട്. രജനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഹോസ്പിറ്റലൊക്കെ പോയി മരുന്ന് വാങ്ങിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഭയങ്കര മൂക്കിൻ്റെ ഇടമൊക്കെ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്നാടി പൊട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പനി കൂടിയിട്ടേ
ചൂട് മാരിയെ കണ്ട് പൊങ്ങിയതാന്ന് പറഞ്ഞു. എന്നാ ചെയ്യാനാ എൻ്റെ ദൈവമേ. താഴ്ത്തുകാരെല്ലാവരും ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ ഇന്ന് അവൻ ലോഡിങ് ആയിരുന്നു കേട്ടോ, തടി വെട്ടിയിട്ട് ഇങ്ങനെ ലോഡിങ് ചെയ്യുന്ന പണിയായിരുന്നു സന്തോഷിന്, അനശ്വരയുടെ അച്ഛന്. അപ്പോൾ ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവരായിരുന്നു, ലോഡിങ്ങുകാർ അവരുടെ കൂട്ടുകാർ അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. അപ്പം ഫുഡൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കി അടുത്ത വീട്ടിലോട്ട് കൊണ്ടുവരുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പന്തലൊക്കെ ഇട്ട് റെഡിയാക്കി ഫുഡൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. എല്ലാവരും തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ മുണ്ടക്കയത്ത് നിന്നൊരു മോളുണ്ടായിരുന്നു, വണ്ടമ്പതാലം എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ സ്ഥലപ്പേര്. അയ്യോ പേര് മറന്നു. അതാണ് എൻ്റെ കാര്യം, ഭയങ്കര മറവി. കഴിഞ്ഞ പ്രാവശ്യം കല്യാണിക്കുട്ടി ഇവിടെ വന്ന് പറഞ്ഞായിരുന്നു സിന്ധുമ്മയുടെ ചേച്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ നേരിട്ട് കാണാൻ പറ്റി കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം തോന്നി. സിന്ധുമ്മ എല്ലാ വീഡിയോയും കാണുന്നതെന്നൊക്കെ വന്നു പറഞ്ഞു. ഒത്തിരി സംസാരിച്ച്. ഞാനുണ്ടല്ലോ കുറേ ആയിട്ട് ഇപ്പോൾ ചോറ് കഴിക്കുന്നില്ല, കുറേ ആയിട്ട് ചോറ് കഴിക്കുന്നില്ല. കഴിക്കാതെ ഇരുന്നിട്ടൂടെ ഈ പിള്ളേർ വരുമ്പോൾ നിർബന്ധിച്ച് ആ കിങ്ങിണിമോളുടെ ബർത്ത്ഡേക്ക് ഇച്ചിരി റൈസ് കഴിച്ചു. അവൾക്കതിനെ സന്തോഷമോടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും വിശേഷം അങ്ങനെ കാര്യങ്ങളാണ് ഇച്ചിരി നിർബന്ധിച്ച് ഇച്ചിരി റൈസ് കഴിച്ചു. അങ്ങനെയൊക്കെ അല്ലാണ്ട് ഉച്ചയ്ക്കത്തെ ചോറ് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തേക്കും. അതാണ് ഞാൻ തൊഴിലുറപ്പിന് പോയിട്ടും കുമാരിച്ചിച്ചിലൂടെ കയറാത്തത്. കാരണം കയറിയിട്ടുണ്ട് അവരെന്നെ ചോറ് തീറ്റിക്കും. പിന്നെ ബസ്സിനിരിക്കേണ്ട അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എല്ലാം നിനക്ക് പൊണ്ണത്തടിയിൽ കഴിക്കുന്നു പറയും. അതുകൊണ്ടാണ് ഞാൻ നേരെ ഇറങ്ങിപ്പോയത്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുറേ കുക്കമ്പറും സവോളയും തക്കാളിപ്പഴവും ക്യാപ്സിക്കോ കൂടെ വെട്ടിക്കണ്ടിച്ച്, അല്ലെങ്കിൽ ക്യാബേജോ സവോളയോ അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് വെട്ടിക്കണ്ടിച്ച് അതങ്ങനെ കഴിക്കും. അങ്ങനെ എൻ്റെ വയറ് ഫില്ലാക്കും. പിന്നെ പഴം ഇഷ്ടം പോലെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ചോറിൻ്റെ സമയത്ത് കഴിക്കുന്നത്. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 4 മണിക്കുമൊക്കെ വന്നോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഇഡ്ഡലി ദോശ കപ്പ തിന്നാൽ വണ്ണം കൂടും. ഞാൻ രാവിലെ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു ചാണകവെള്ളം, മറ്റേ നമ്മുടെ വളമെല്ലാം കൂടി ഇട്ട് കലക്കി ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വൈകിട്ടായി സമയമേ, അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, കുടിക്കും ഒക്കെ ഇട്ട് കൊടുത്തു. ഇത് കണ്ടോ, ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ കുഴി കുഴിച്ചതല്ല, കാച്ചിൽ പറിച്ചപ്പോൾ സജി അത്രയും കുഴിയാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു അതിനകത്ത് വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നു. പക്ഷേ ആ മുട്ടത്തോട് പൊടിച്ചിട്ടില്ല. ഇന്ന് ചാരത്തിനകത്തുണ്ടായിരുന്ന മുട്ടത്തോട് എത്ര ഇടോ അല്ലേ. ചിലയിടത്തൊക്കെ മുട്ടത്തോട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചെടികളൊക്കെ വെച്ചേക്കുന്നതാണ്, നല്ല രസമായിട്ട്. നമ്മുടെ ഈ ചെടിയൊക്കെ ഒരുമാതിരി പോകാറായി, വേറെ ഒന്നും നട്ടുപിടിപ്പിച്ചുമില്ല. ചാണകം ഒഴിച്ചു കൊടുത്തിട്ടേ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പാടാവും. അതുകൊണ്ട് ചാണകം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഉണ്ടോ, ഞാൻ വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര കൊണ്ടുപിടിച്ച് ഒരുത്തന്നെ അടിക്കുന്നുണ്ടോ. അവനവൻ്റെ ഭിത്തി റെഡിയാക്കുക കേട്ടോ. സജിയാണേ. ഓ നല്ല പൈപ്പ് വെച്ച് വീടിൻ്റെ ഷേപ്പൊക്കെ ലുക്കൊക്കെ മാറ്റി കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം. ഇത് പണി കഴിഞ്ഞോട്ടല്ലേ. എന്നാ ദൈവമേ, ഉടനെ തന്നെ വരാനായിട്ട് പറ്റട്ടെ പെട്ടെന്ന്. എനിക്ക് പിന്നെ കഞ്ഞി വെക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ടാ ഞാൻ പെട്ടെന്ന് പോരാ. കഞ്ഞി ഇവിടെ വെച്ചാൽ കറിയോടെ വെക്കാം, കറിയോടെ വെച്ചാൽ കഞ്ഞി ഇവിടെ വെച്ചാൽ അങ്ങനെ വെക്കാം. അയ്യോ മതി. കല്യാണിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അനശ്വരമോളോടെ പോട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പറാന്നൊക്കെ പറഞ്ഞ് സജി രാവിലെ പരിചയപ്പെടുത്തിയായിരുന്നു. വീഡിയോ നേരത്തെ കാണുമായിരുന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഈ തിരക്കിട്ട പണി കാരണം പോവുകയല്ലേ. അങ്ങനെ വഴക്കലയൊക്കെ കിടക്കുന്ന കണ്ടോ. ഇവിടെ പഴം നന്നായിരുന്നു ചേച്ചി. പുതിനയുടെയൊക്കെ ചൂടിലൊക്കെ ഒഴിച്ചു കൊടുത്തത് ഉണങ്ങി ഇതേ കരിയിടാതെ മിഴിയേക്കുന്ന മരിയോ തറഞ്ഞിരിക്കുക. അന്നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല ഉണ്ടല്ലോ, ഭയങ്കര ഇതാകും. കുമാരി ചേച്ചി വന്ന് നോക്കി പിറക്കിയിട്ട് മുള്ളാത്തയൊക്കെ കണ്ടിട്ട് പോയി. ചേച്ചി എല്ലാം വന്ന് നോക്കിയിട്ട് പോയി കേട്ടോ. എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും കേട്ടോ. തൊഴിലുറപ്പിന് പോകാത്തതുകൊണ്ട് ഒരു ഉഷാറില്ല സത്യം പറഞ്ഞാൽ. അവിടെ അനശ്വരമോളുടെ അവിടെ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര വെയിലായിരുന്നു. വെയിലെന്ന് വെച്ചാൽ ഉരുകുന്ന സൈസ് വെയിലായിരുന്നേ. ഞാൻ എന്നിട്ട് എന്നാന്നറിയോ, വന്ന് ഡ്രസ്സൊക്കെ മാറി ഇച്ചിരി വെള്ളം കുടിച്ചു, ഒരു പഴവും കഴിച്ചു, വേറെ ഒരു ഫുഡും കഴിച്ചില്ല. കയറി ഓരോ ഒറ്റ കിടപ്പ് ഉറങ്ങിപ്പോയി. അയ്യോ 3:30 ആയപ്പോഴാണ് അറിഞ്ഞത്. ഒരുത്തി ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ. നിൻ്റെ അമ്മണിയമ്മയ്ക്ക് കുറഞ്ഞോടി, കുറഞ്ഞില്ലേ? ഛർദിയാണോ? അയ്യോ എന്നാ ആശുപത്രി കൊണ്ടോക്കോ. അമ്മണിയമ്മയ്ക്ക് ഗ്യാസ് കയറ്റി ഛർദി ഒക്കെ അതുകൊണ്ട് അമ്മണിയമ്മ പോയില്ല കേട്ടോ. അപ്പം നല്ല തൊഴിലുറപ്പിന് പോകാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ എന്നാ പറഞ്ഞാലും ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെയെങ്കിലും ചെയ്തില്ലേ ഉണ്ടല്ലോ. എപ്പോഴാണ് നിങ്ങൾ വന്നേ? അപ്പം വേണ്ടേ ഇവിടെയെല്ലാം ഒഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. വെള്ളം ഒഴിക്കാൻ ഉള്ള ഒരു 10 മിനിറ്റ് സമയം നമുക്കൊരു ഇതുണ്ട്. അല്ലെങ്കിൽ എല്ലാ പണിയായാലും മാത്രം പണി. നമുക്ക് ഈ തുളസിയുടെ എല്ലാം പൂവെല്ലാം ഞുള്ളിക്കളയാവേ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അതാ ഞുള്ളിക്കളയാം.
അപ്പോൾ ഈ ബാക്കി നിൽക്കുന്നതും കൂടെ ഒന്ന് ഒഴിക്കട്ടെ. നമ്മുടെ ചാമ്പയ്ക്കും റംബൂട്ടാനും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ദേവന വന്ന് അയച്ചു തന്ന ചാമ്പ കേട്ടോ. അത് ചാമ്പര വിട്ടിട്ട് പട്ടിക്കുഞ്ഞിനാണ് ഭയങ്കര കാർച്ച ഭയങ്കരമായിട്ട് കിടന്ന് കാർന്ന്. ഇവിടെ നിന്നപ്പോൾ നല്ലൊരു രസം. നമ്മുടെ ഈ പൂവൊക്കെ ഉള്ളപ്പോൾ പൂവൊക്കെ കഴിയാറായി കേട്ടോ. പൂവെല്ലാം അതിൻ്റെ ഇതൊക്കെ കഴിയാറായി, വാടിക്കുറഞ്ഞ്. ഇപ്പം വേനൽക്കാലമായില്ലേ, കഴിയാറായെന്ന് തോന്നുന്നു. ആണോ? എന്നാ സിന്ധുമ്മയ്ക്ക് ഒരു കടലമുട്ടായി മേടിച്ചിട്ട് പറഞ്ഞേ. ഇല്ലേ എന്ന് പ്രശ്നം ഉണ്ടാവും, ഞാൻ കയറി പോകത്തില്ല. മേടിച്ചിട്ട് വരുമോ? ഉറപ്പാണോ? അമ്മണിയമ്മ മേടിച്ച് തന്നില്ല എന്നാ ഈ നിങ്ങൾ? അമ്മണിയമ്മയ്ക്ക് ഇന്ന് ഛർദിയും കൊക്കലും തലകറക്കവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അമ്മണിയമ്മേനെ നമ്മൾ കൊണ്ടുപോയില്ലല്ലേടാ. രജനിയുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുപോയില്ലല്ലേ, ഇവിടെ ഇട്ടിട്ട് പോയി. കണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് സ്കൂട്ടി കൊണ്ട് പോയപ്പോഴേ വഴി വെച്ച് കണ്ട. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അതാ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരു കൊച്ചും കുഞ്ഞനും ഉണ്ടായിരുന്നോ? എന്നാ പോയിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സാധനം അമ്മണിയമ്മ കൊണ്ട് മേടിപ്പിച്ചോണം കേട്ടോ. ഇല്ല ഇല്ലെങ്കിൽ ഇന്ന് ഇടിയാ. മൂന്നും കൂടെ പാല് മേടിക്കാനായിട്ട് പോവാ കേട്ടോ കടയിൽ. എന്താ ചുമ്മാ പറഞ്ഞായിരുന്നു, എന്നാലും മേടിച്ചോണ്ട് വന്നല്ലോ തന്നേരെ. വേണ്ടേ കടലമുട്ടായി ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ കടലമുട്ടായി അമ്മിണിയമ്മേനെ കൊണ്ട് മേടിപ്പിച്ച് ഇതേ രണ്ടെണ്ണം കൂടെ കൊണ്ടു തന്നു. ഇരുട്ടായി കേട്ടോ. ഞാൻ പറഞ്ഞു കേട്ടോ. അന്നേരം സിന്ധുമ്മ മേടിക്കണമെന്ന് പറഞ്ഞോ? ആണോ? അപ്പൊ കൊച്ചിന് കിട്ടൂലേ? ഉണ്ടോ? കോൽമുട്ടായി മേടിച്ചോ? എന്നാ ഇന്ന പകുതി തരാം. ആണോ? എനിക്ക് സ്പ്രൈറ്റ് മേടിക്കാൻ പോയതാണോ? കൊക്കോള. ഗ്യാസ് കയറിട്ട് അമ്മണിയമ്മയ്ക്ക് വയ്യ. എന്നാ ഇത് കുടിച്ചാൽ മാറും. അറിയത്തില്ലെന്നേ, ഇപ്പഴത്തെ എന്നേലും ഒരു ഇത് പിടിക്കത്തില്ല ചില സമയത്ത് നമുക്ക്. ഇരുട്ടായി കേട്ടോ. ഞാനിവിടെ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ വന്നു, കടലമുട്ടായി വന്നു. ചോറൊക്കെ വെച്ചു. ഒരു കൊതുക് നടപ്പുണ്ടായിരുന്നു. ആ കൊതുക് കറക്റ്റ് ഉണ്ട് പുറത്ത് വന്ന് കടിച്ചു. ഞാൻ അതിനെ കൊല്ലണമെന്ന് കുറച്ച് സമയം കൊണ്ട് നോക്കി, പക്ഷെ കണ്ടില്ല. ഇച്ചിരി മുമ്പേ ആ ഭിത്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം കപ്പ തിന്നാലും കാച്ചിൽ തിന്നാലും ചേമ്പ് തിന്നാലും ഒക്കെ വണ്ണം കൂടും. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം നമ്മൾ എപ്പോഴും കഴിക്കുന്നില്ലല്ലോ ചോറെന്ന് പറഞ്ഞാൽ. നമ്മൾ രാവിലെ കഴിച്ചില്ലല്ലോ, ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ചോറ് കഴിക്കും. എനിക്ക് പെട്ടെന്ന് വ്യത്യാസം അറിയാൻ പറ്റുമേ. അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ എനിക്ക് ചോറ് വേണ്ട, ഞാൻ ചോറ് കഴിക്കുന്നില്ല. പൊറോട്ട എന്നാൽ ഞാൻ ഇന്നലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അത് പോരെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഒട്ടും വിശക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രസാദം ഉണ്ടായിരുന്നു, ഗണപതിക്ക് വെച്ചതേ. അപ്പോൾ പ്രസാദം കഴിച്ചു. പിന്നെ കുറച്ച് സമയം അൻസരമോളോടും രജനിയോടും എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇനി പോന്നു. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം മോളമ്മ ചേച്ചി മരിച്ചപ്പോൾ നമ്മൾ പോയിട്ടില്ലായിരുന്നു. മോളമ്മ ചേച്ചിയുടെ ആങ്ങള സൽച്ചേട്ടനുണ്ടായിരുന്നു. സൽച്ചേട്ടൻ ചോദിച്ചു എന്നാ കൊണ്ടുപോകും വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇനി അവിടുത്തെ ചടങ്ങ് എന്നാന്ന് ചോദിച്ചപ്പോൾ തിങ്കളാഴ്ചയാണ് മോളെ എന്ന് പറഞ്ഞു. സുനി എന്തെന്ന് ചോദിച്ചു. കടയിൽ പോയി എന്ന് പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി, ധൃതി വെച്ചൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഭയങ്കര ബോഡി വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ എവിടെ വേണം എന്നാ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സിറ്റോട്ട് ചെയ്യുന്ന ചേട്ടന്മാരെല്ലാം ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അവരാരും താഴത്തുകാരൊന്നും വന്നിട്ടില്ല. അവരൊക്കെ വൈകുന്നേരം തന്നെ വരത്തുള്ളൂ. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചടങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഇനിയിപ്പം അവിടുത്തെ അമ്മയും രജനിയും മോളും കൊച്ചു മാത്രമല്ലേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇവർ മുതിർന്നവർ ആൾക്കാരെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ കാണുമല്ലോ. അപ്പോൾ അവരൊക്കെ ലേറ്റ് ആകും. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പിന്നെ ചിലർ വിചാരിക്കും അയ്യോ 10-11 ആയതുകൊണ്ടാണ് അങ്ങനെ കഴിക്കാവുന്ന. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ചോറ് കഴിക്കുന്നില്ലാത്തതുകൊണ്ടാണേ. അവിടെ തൊട്ടടുത്ത വീട്ടിൽ പോലും ഇട്ടുണ്ടാക്കാണ്ട് ലോഡിങ്ങുകാരുടെ ഒരാളുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ദൈവമേ, അല്ലാണ്ട് എന്നാ പറഞ്ഞത് തീണ്ടലും തുടിയും അങ്ങനെ ഒന്നും വെച്ചൊന്നും അല്ല കേട്ടോ ഞാൻ കഴിക്കാൻ. ചോറ് ഞാൻ കഴിക്കുന്നില്ല, അതാണേ. പിന്നെ പൊറോട്ട ഒന്നുകൊണ്ട് ദഹിക്കണ്ടേ, അതുകൊണ്ട്. പിന്നെ സ്കൂട്ടി ഓടിച്ച് ഇപ്പോൾ ഇത്രയും സ്കൂട്ടി ഓടിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസം ചേട്ടായി എന്നോട് പറഞ്ഞായിരുന്നു എടി നീ എന്നെ പുറകെ വെച്ചുകൊണ്ട് പോകണം, എനിക്ക് ഓടിക്കാൻ പറ്റിയാന്നൊക്കെ. പക്ഷേ ചേട്ടായി വണ്ടി കണ്ടു കഴിഞ്ഞപ്പം ചേട്ടായി പറഞ്ഞു സിറ്റി വരെ ഞാൻ ഓടിച്ചോണ്ടി വന്നു. അപ്പോൾ കയറി ചേട്ടായി പറഞ്ഞു വേണ്ട നീ ഇറങ്ങിക്കോ. അത് ചേട്ടായിക്ക് ഒരു നാണക്കേട് കൊടുക്കുക. എന്താ ചോദിച്ചാൽ പെണ്ണുപിള്ളയുടെ പുറകെ ഇരുന്ന് പറഞ്ഞു ഫ്രണ്ട് ഇരിക്കുന്നതാണല്ലോ ഒരു
ഒരിതുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ചേട്ടാ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് പോയത്. ഇവിടുന്ന് രാവിലെ കണ്ടു പറഞ്ഞു ഞാൻ ഓടിക്കല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ അനുസരമോളെ കണ്ടു. ഇനിയിപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ താഴെ വരുമായിരിക്കും. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞോള്. രജനി കടലൊന്നും പോകാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ പോകാൻ തുടങ്ങുമായിരിക്കും. എന്നാലും പണി ചെയ്യാതെ ജീവിക്കാൻ പറ്റിയല്ലോ. നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിലും കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ മേടിക്കണമെങ്കിലും ഒക്കെ പണിതേ പറ്റത്തുള്ളൂ. പിന്നെ അവരുടെ പെങ്ങന്മാരും ഒക്കെ നല്ല ഇതായിരുന്നു തോന്നുന്നു. ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ മുണ്ടക്കയത്ത് നിന്ന് അവരുടെ പെങ്ങന്മാർ രണ്ടും മുണ്ടക്കയത്തെ കണ്ട. അപ്പോൾ അതിലെ മൂത്ത പെങ്ങടെ കിട്ടിയ 2 ചക്ക കൊണ്ടുവച്ചു ചാക്കിനകത്ത് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പക്ഷേ ഈ അവസരത്തിൽ ചക്ക വെട്ടാനും മുറിക്കാനും ഒക്കെ നിൽക്കുന്ന മോശക്കേടല്ലേ. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നതാണ്, പോട്ടേന്ന് വിചാരിച്ച് വിട്ട്. അപ്പം നാട്ടിൻപുറത്തൊക്കെ എല്ലായിടത്തും ചക്കയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. തൃശ്ശൂരിന് ഒരു പോക്ക് പോകണം. പിന്നെ ഉണ്ടല്ലോ അമ്മുവിൻ്റെ കാര്യം. അമ്മു നിന്നിപ്പോൾ ഇങ്ങോട്ട് വന്നു. വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, വന്നു. പിന്നെ അതേ മുടക്ക് പോവുകയും ചെയ്ത്. വൈകിട്ട് ഈ പറഞ്ഞോണൊക്കെ വന്നിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനും തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നു. പിന്നെ എനിക്ക് എൻ്റെ എടുത്തു വെച്ച വീഡിയോ എഡിറ്റ് ചെയ്യുകയും കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊച്ചിനെ വീഡിയോ കോളൊക്കെ വിളിച്ചു. കൊച്ചും വിഷ്ണു ഇല്ലാതെ വന്നുകൊണ്ട് ചേട്ടായിക്ക് വെച്ചിട്ട് ദേഷ്യമായിരുന്നു. നീ എന്നടി കുഞ്ഞിനെ ഇല്ലാണ്ട് വന്നേന്ന് ചോദിച്ചോണ്ട്. കൊച്ചിന് പനിയും കൂടെ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആകെപ്പാടെ ഒരു വിഷമമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല സത്യത്തിൽ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും പറഞ്ഞ് അമ്മ ഞാൻ മടുത്ത മേധാ കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരത്തെ തന്നെ കയറി കിടക്കുകയും ചെയ്തു. തലേദിവസം ഉറങ്ങിയില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ പിടപടച്ചൊന്ന് വന്നിട്ട് അങ്ങനെ അങ്ങ് പോയി. അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്നാ വിശേഷങ്ങൾ? ഇന്ന് കുറേ അധികം പണിയുണ്ടായിരുന്നു. ചാണകമെല്ലാം കലക്കി എല്ലാം ഒഴിച്ച് സെറ്റാക്കി ഹെന്നയും ചെയ്ത്. അന്നേരത്തിന് ഹെന്നയൊക്കെ തലക്കി നല്ലപോലെ മുടിയിലൊക്കെ പിടിച്ചു. എന്നിട്ട് കുളിയും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവിടെ പോയത്. പക്ഷേ ഇനി ദേഹം ഒന്ന് കഴിയണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹം വിയർത്തു. ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് എനിക്ക് പിന്നെ നല്ല ഇഷ്ടമാണ് മുടി കാണാനായിട്ട്. ഇച്ചിരി ഉള്ളെന്ന് പറഞ്ഞാൽ തുത്തുവാലും ഉണക്കാമെന്ന് പറഞ്ഞാലും കേട്ടോ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഒരു പരുവായി പോവും. ഇത് തന്നെ ഇങ്ങനെ ഈ ഹെന്ന ചെയ്യാനായിട്ട് കാണിച്ചു തരുന്നതൊക്കെ തന്നത് നമ്മുടെ ഒരു ചേച്ചിക്കുട്ടിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി 1-2 ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണം. നമ്മുടെ എന്നാ പറയുന്നത് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ്. ഇന്നത്തെയൊക്കെ നല്ല വീഡിയോ ആയിരുന്നു, ആ ചേട്ടൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ. പക്ഷേ വ്യൂസ് ഉണ്ടോ അതുണ്ടോ? ആർക്കും അങ്ങനത്തെ ഒന്നും വേണ്ട. എല്ലാവർക്കും വഴക്ക്, തല്ല്, പിടി, ഒച്ച, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക്, എന്നാ പറയുന്നത്, അതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. നല്ല നല്ല വീഡിയോസ്. ഇന്നിപ്പോൾ ഞാൻ ഉഷേച്ചിലെടുത്ത് കയറി കേട്ടോ. നമ്മുടെ തയ്യലിൻ്റെ സംഘത്തിൻ്റെ ഉഷേച്ചിലെടുത്ത് കയറിയേ. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ അന്നേരം ഉഷേച്ചി എന്നോട് പറയാം, നെടി വെച്ച് ഇന്നലത്തെയൊക്കെ വീഡിയോ നല്ല അടിപൊളിയാണ് കേട്ടോ, നീ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം കേട്ടോ, നല്ല സൂപ്പർ വീഡിയോ കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞാൽ ശരി ചേച്ചി, ഭയങ്കര സന്തോഷമുള്ള വീഡിയോ ആണ്. പിന്നെ ആരും കാണുന്നില്ല ചേച്ചി, പൈസയൊന്നും കയറത്തില്ല, ആരും കാണുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം പറയാം, എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നുമോനെ, നിനക്കുള്ളത് ദൈവം തരും, അതിനുള്ളതനുസരിച്ച് മതി. നീ അല്ലാണ്ട് ആരുടെ ഒരു കാര്യവും തിരക്കി അന്വേഷിച്ച് വഴക്കും മല്ലും ഒന്നും വീഡിയോ വേണ്ട കേട്ടോ. അത് ഉഷേച്ചി ആളിതാണ് കേട്ടോ, നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു വ്യക്തിയാണ് ഉഷേച്ചി. എന്തൊരു കാര്യമാണേലേ നന്മവശം ചിന്തിക്കുന്നേ, അറിവുകളുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് കത്തിയൊക്കെ വെച്ചിട്ടാണ് വന്നേ. അപ്പം അവിടെ കയറിയപ്പോൾ എനിക്ക് കിട്ടി നമ്മുടെ കൃപാസന മാതാവിൻ്റെ പത്രം. ഉഷേച്ചി കരണ്ട് കൊടുത്താണേ. കൊടുത്തിട്ട് ഉഷേച്ചി വായിച്ചെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, ഇനി ഉഷേച്ചിക്ക് വേണോ? എന്നാൽ ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വായിക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഇനി എനിക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചിച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ചുമ്മാ ഒന്ന് കിടക്കും. എന്നാ വെയിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് വായിക്കോട്ട വരുന്നു, ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നു. പകലുറക്കമൊന്നും ഇല്ല, എന്നാലും ഭയങ്കര ഒരു തളർച്ച ക്ഷീണം പോലെ. എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു 10 മിനിറ്റ് കിടന്നു. ഇന്ന് എന്നാ അറിയാം, ഹെന്നയൊക്കെ തേച്ച് ഇങ്ങനെ തലയ്ക്കൊക്കെ നല്ല തണുപ്പ് സുഖമൊക്കെ കിട്ടിയില്ലേ, അതുകൊണ്ടാണ് ഉറങ്ങാൻ തോന്നുന്നത്. പക്ഷേ ഹെന്ന തേച്ചുമ്പോഴത്തേനും കൈക്കും ഈ പെടലിക്കും കൈക്കും മേനെ തന്നെ, അതാ ഒരു പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് നിറച്ച് എങ്ങനെ ഇരിക്കും, അത് അപ്പടി വൃത്തിയിടുക. എന്തായാലും ഇന്നത്തെ ഒരു വിശേഷമൊക്കെ അതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. നാളെ ഒരു പുതിയ വിശേഷമായിട്ട് വരാം. പിന്നെ നാളെ നമ്മുടെ അമ്മാമ്മയുടെ നല്ല പാട്ടിൻ്റെയൊക്കെ ഒരു വീഡിയോ കൂടെ ഞാൻ എടുത്തു വെച്ചത് ഇരിപ്പുണ്ട്. ആ വീഡിയോ ആയിരിക്കും ഈ വീഡിയോ കഴിഞ്ഞ് വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു വിശേഷമുണ്ട്, നിങ്ങളെയൊക്കെ ഞെട്ടിക്കുന്ന സർപ്രൈസായിട്ട്. അത് ഞാൻ പറയുന്നില്ല, പോവാം സത്യം. എവിടോട്ടാടുന്നത് ഞാൻ പറയത്തില്ല, അത് 2 വീഡിയോ കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വിശേഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ബെൽ ബട്ടനോട് ഇടിച്ചു പൊട്ടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.